അടുത്ത എക്സാമിലേക്ക് സ്വാഗതം. അടുത്ത 10th പ്രിലിംസിന്റെ അടുത്ത എക്സാം മോക്ക് ടെസ്റ്റ് 7. ഓക്കെ, ഇതിനു മുമ്പ് എക്സാം എഴുതാത്തവർ 6 എക്സാം എഴുതാത്തവർ അതൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് മിഷൻ LDC PDF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഓഗസ്റ്റ് 1 മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ല. ഓക്കെ, മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി 9496821117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്നാൽ എന്ത് എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: കുറ്റ്യാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. മൂന്നാമത്തെ ചോദ്യം: തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? നാലാമത്തെ ചോദ്യം: F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത്? അഞ്ചാമത്തെ ചോദ്യം: ഒരു കലോറി എന്ന് പറയുന്നത് ഡാഷ് ജൂൾ ആണ്. ആറാമത്തെ ചോദ്യം: കൊച്ചി ഇംഗ്ലീഷുകാരുടെ സമാന്തര രാജ്യമായ വർഷം എന്ന്? ഏഴാമത്തെ ചോദ്യം: ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? എട്ടാമത്തെ ചോദ്യം: കാർട്ടസ് എന്ന പാസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോളാം, ഇത് യൂറോപ്യൻ ആഗമനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷേ അത് നമുക്ക് LGSൽ പറയുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. VFയ്ക്ക് ഉപകാരപ്പെടും. ഒൻപതാമത്തെ ചോദ്യം: സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. ആരംഭിച്ചത് 1951. ഏറ്റവും കൂടുതൽ തവണ നേടിയത് പശ്ചിമ ബംഗാളാണ്. കേരളം 7 തവണ നേടിയിട്ടുണ്ട്. പത്താമത്തെ ചോദ്യം: സർക്കാർ ഓഫീസുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സമയപരിധിയിൽ സേവനം ഉറപ്പാക്കുന്ന നിയമം ഏത്? 11ാമത്തെ ചോദ്യം: പൊതു സ്വകാര്യ കൂട്ടായ്മയിലൂടെ ടൂറിസം മേഖലയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ആദ്യ പദ്ധതി ഏത്? 12ാമത്തെ ചോദ്യം: 2026 മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 13ാമത്തെ ചോദ്യം: ഭാരതത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? 14ാമത്തെ ചോദ്യം: ഏത് വർഷമാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? 15ാമത്തെ ചോദ്യം: ദി അതർ സൈഡ് ഓഫ് സൈലൻസ് ആരുടെ ഗ്രന്ഥമാണ്? 16ാമത്തെ ചോദ്യം: ചന്ദനമരം ഉൾക്കൊള്ളുന്ന വനങ്ങൾക്കുദാഹരണം? 17ാമത്തെ ചോദ്യം: ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്ത് 10,500 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഗൾഫ് ഓഫ് മാന്നാർ. സുന്ദരി കണ്ടൽ അഥവാ ഹെറിറ്റേഡ് ഫോക്ക് എന്ന ഇനം കണ്ടലിനാൽ ഫേമസ് ആണ് സുന്ദർബൻസ്. റോയൽ ബംഗാൾ കടുവകളുടെ സംരക്ഷണ മേഖലയാണ് സുന്ദർബൻസ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യം: നീലഗിരി ബയോസ്ഫിയർ റിസർവ് വിസ്തൃതി എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 5,645 ചതുരശ്ര കിലോമീറ്റർ, ബി 3,658 ചതുരശ്ര കിലോമീറ്റർ, സി 5,520 ചതുരശ്ര കിലോമീറ്റർ, ഡി 4,870 ചതുരശ്ര കിലോമീറ്റർ. 19ാമത്തെ ചോദ്യം: ലോക മണ്ണ് ദിനം എന്ന്? 20ാമത്തെ ചോദ്യം: തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. 21ാം ചോദ്യം: ചൗരി ചൗര സംഭവം നടന്നത് എന്ന്? 22ാമത്തെ ചോദ്യം: ദേശീയ കാർഷിക കമ്മീഷൻ സാമൂഹിക വനവൽക്കരണത്തെ ഏതെല്ലാം രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു? 23ാമത്തെ ചോദ്യം: ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? 24ാമത്തെ ചോദ്യം: 5,900ന്റെ 10% എത്ര? 25ാമത്തെ ചോദ്യം: 50,000 രൂപ വിലയുള്ള ഒരു ഷെൽഫ് 40,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങളൊക്കെ കിട്ടിക്കാണും. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തെയാണ് കൺസപ്ഷൻ അഥവാ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം: കുറ്റ്യാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. നരിക്കോട്ട മലയാണ് കുറ്റ്യാടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം.
അടുത്ത മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരെന്നാണ്? ഓപ്ഷൻ ഡി ആണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മറന്നു വരുത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഏതായാലും NSSൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ അല്ല, ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് KK എളപ്പനാണെന്ന് ഇതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത് എന്നാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഒരു കലോറി ഡാഷ് ജൂളാണ് എന്നാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് 4.2 ജൂൾ. അടുത്ത ആറാമത്തെ ചോദ്യം, കൊച്ചി ഇംഗ്ലീഷുകാരുടെ സമാന്തര രാജ്യമായ വർഷം എന്നാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് 1791. അടുത്ത ഏഴാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം? ഓപ്ഷൻ ഡി ആണ് കറുപ്പ് നിറത്തിലാണ്. അവിടെ സ്കാറ്ററിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട്, ശൂന്യതയുള്ളതുകൊണ്ടാണ് എന്താണ് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം, കാർട്ടസ് എന്ന പാസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം? ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗീസുമായി ബന്ധപ്പെട്ടാണ് എന്താണ് കാർട്ടസ് എന്ന പാസ്. ഓക്കെ, കടലിലൂടെ ഒരു മറ്റു കപ്പലുകൾ വരണമെങ്കിൽ കാർട്ടസ് എന്ന പാസ് കാണിക്കണമായിരുന്നു. ഓക്കെ, അത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പോർച്ചുഗീസ് ഭരണകാലത്താണ് ഇത് നടന്നത്. ഓക്കെ, ഇവർ നാവികർ എന്താണ് കടൽ മൊത്തം വാണിരുന്നത് ഇവരെ തന്നെയാണ്, പോർച്ചുഗീസുകാരായിരുന്നു. ഓക്കെ, തുടക്കത്തിൽ, അതായത് വാസ്കോ ഡ ഗാമയൊക്കെ വന്നതിന് ശേഷമുള്ള സമയങ്ങളിൽ. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. സന്തോഷ് ട്രോഫി ആരംഭിച്ചത് 1951 അല്ല, 1941 സന്തോഷ് ട്രോഫി ആരംഭിച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട സന്തോഷ് ട്രോഫി എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ബാക്കിയുള്ള പോയിന്റുകൾ സ്റ്റേറ്റ് ചെയ്യണം. അടുത്ത 10ാമത്തെ ചോദ്യം, സർക്കാർ ഓഫീസുകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സമയപരിധിയിൽ സേവനം ഉറപ്പാക്കുന്ന നിയമം ഏത് എന്നാണ് ചോദ്യം? ഓപ്ഷൻ എ ആണ് സേവന അവകാശ നിയമമാണ്. സേവന അവകാശ നിയമം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ വിവരാവകാശം എഴുതാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളാം. ഇത് സമയപരിധിക്കുള്ള എന്ത് കിട്ടുന്ന വിവരം ലഭിക്കുന്നതിനാണ് എന്താണ് വിവരാവകാശ നിയമം. ഇത് സർക്കാർ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് സമയപരിധിയിൽ സേവനം ഉറപ്പാക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. അടുത്ത 11ാമത്തെ ചോദ്യം, പൊതു സ്വകാര്യ കൂട്ടായ്മയിൽ ടൂറിസം മേഖലയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ആദ്യ പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ജഡായു ആണ്, ജഡായു. അടുത്ത 12ാം ചോദ്യം, 2026 മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്? ഓപ്ഷൻ ഡി ആണ് 157ാം സ്ഥാനമാണ് കേട്ടോ. അടുത്ത് 13ാമത്തെ ചോദ്യം, ഭാരതത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് പ്രസിഡന്റിനാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 360. ഓക്കെ, 360, 352, 356, 360 ആണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അടുത്ത 14ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എന്നാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് 1905. അടുത്ത 15ാമത്തെ ചോദ്യം, ദി അതർ സൈഡ് ഓഫ് ദി സൈലൻസ് ആരുടെ ഗ്രന്ഥമാണ് എന്നാണ് ചോദ്യം? ഓപ്ഷൻ സി ആണ് ഉർവശി ഫുട്ടാലിയ. 16ാമത്തെ ചോദ്യം, ചന്ദനമരങ്ങൾ ഉൾക്കൊള്ളുന്ന വനങ്ങൾക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം? ഓപ്ഷൻ എ ആണ് ഇലപൊഴിയും വനങ്ങൾ. 17ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ ശരിയായ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇന്ത്യയുടെ തെക്ക് കിഴക്ക് തീരത്ത് 10,500 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഗൾഫ് ഓഫ് മാന്നാർ ശരിയാണ്. സുന്ദരി കണ്ടൽ എന്ന ഇനം കണ്ടലിനാൽ ഫേമസ് ആയ സുന്ദർബൻസ് അത് ശരിയാണ്. റോയൽ ബംഗാൾ കടുവയുടെ സംരക്ഷണ മേഖലയാണ് സുന്ദർബൻസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. അടുത്ത 18ാം ചോദ്യം, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ വിസ്തൃതി എത്ര എന്നാണ് ചോദ്യം? ഓപ്ഷൻ സി ആണ് 5520 ചതുരശ്ര കിലോമീറ്റർ. അടുത്ത 19ാമത്തെ ചോദ്യം, ലോക മണ്ണ് ദിനം എന്നാണ് ചോദ്യം? ഡിസംബർ 5 ആണ് ലോക മണ്ണ് ദിനം. ഡിസംബർ 5 മണ്ണ് ദിനം. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയാം. കേരളത്തിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, അടുത്ത് 20ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. തെറ്റായ ജോഡി, ഓരോ രാജ്യത്തിന് അവരുടെ നാണയമാണ് കൊടുത്തിരിക്കുന്നത്. ചൈനയുടെ യുവാനാണ് കറക്റ്റാണ്, ഫ്രാൻസിൻ്റെ യൂറോ ആണ് കറക്റ്റാണ്, ജോർജിയ ലാറിയാണ്, ജപ്പാൻ്റെത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, റിയാൽ അല്ല. ഓക്കെ, യെൻ ആണ് ജപ്പാൻ്റെ നാണയം എന്ന് പറയുന്നത്, യെൻ. ക്ലിയർ? അടുത്ത് 21ാമത്തെ ചോദ്യം, ചൗരി ചൗര സംഭവം നടന്ന വർഷം എന്നാണ് ചോദിക്കുന്നത്? ഓക്കെ, 2 ഓപ്ഷനിൽ 1922, 3 ഓപ്ഷനിൽ 1922 കിടക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, 1922 ഫെബ്രുവരി 5 ആണ്. ഓർത്തേക്കുക, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത് 22ാം ചോദ്യം, ദേശീയ കാർഷിക കമ്മീഷൻ സാമൂഹിക വനവൽക്കരണത്തെ ഏതെല്ലാം രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഓക്കെ, ഗ്രാമീണ വനവൽക്കരണം, അതുപോലെ തന്നെ നഗരവൽക്കരണം, കൃഷിയുടെ വനവൽക്കരണം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ദേശീയ കാർഷിക കമ്മീഷൻ സാമൂഹിക വനവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 23ാമത്തെ ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ആദ്യത്തെ 30 ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എത്ര സംഖ്യ ആയിരുന്നാലും ആ സംഖ്യ എടുക്കുക, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക?
ഒന്നും കൂടി ആഡ് ചെയ്യുക. സംഖ്യ എടുക്കുക, അതിൻ്റെ കൂടെ എന്തുകൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക. ഇവിടുത്തെ സംഖ്യ എത്രയാണ്? 30 30 പ്ലസ് 1 ആഡ് ചെയ്യുക. 30 പ്ലസ് 1 എത്രയെന്ന് കിട്ടും? 31 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഏറ്റവും സിമ്പിൾ ചോദ്യം. 5900-ന്റെ 10% എത്ര? സാധാരണ ഇത് എങ്ങനെ കാണുന്നത്? 5900-ന്റെ 10%. 5900 ഇൻറ്റു 10/100 എന്നാണ് നമ്മൾ സാധാരണ കാണുന്ന ഇക്വേഷൻ. ഓക്കെ, ഒരു 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി. അപ്പോൾ എത്രയെന്ന് കിട്ടി? 590 എന്ന് കിട്ടി. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഒന്നും ചെയ്യാനൊന്നും പോകണ്ട. എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ ഒരു 0 അങ്ങ് വെട്ടിക്കളയുക. ഓക്കെ, 10% കാണാൻ എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ 0 അങ്ങ് വെട്ടിക്കളയുക. 590 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 25ാമത്തെ ചോദ്യം. ഇപ്പം 50,000 വിലയുള്ള ഒരു ഷെൽഫ് 40,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? നഷ്ടശതമാനമാണ് കാണേണ്ടത്. നഷ്ടശതമാനം കാണാൻ എന്ത് ചെയ്യണം? നഷ്ടം ഡിവൈഡഡ് ബൈ, ഓക്കെ, നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. ഓക്കെ, വാങ്ങിയ വില ഇൻറ്റു 100. വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ, നമുക്ക് 50,000 രൂപയാണെന്ന് അറിയാം വാങ്ങിയത്. അപ്പം 40,000 രൂപ വിറ്റു. അപ്പം നഷ്ടം എത്രയാണ്? 10,000 രൂപ. ഓക്കെ, നഷ്ടം 10,000 രൂപ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 50,000 രൂപയ്ക്ക് വാങ്ങി. 50,000 ഇൻറ്റു എത്രയാ? 100 കൊണ്ട് ചെയ്യുക. ഓക്കെ, 0 വെട്ടാം. ഈ 0, 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 ഈ 0. ഓക്കെ, അപ്പോൾ 5 കൊണ്ട് വെട്ടാം. 100 എത്ര പ്രാവശ്യം? 20 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 20% എന്ന് കിട്ടി. 20%. അപ്പം നഷ്ടശതമാനം എത്രയാണ്? 20%. ഓപ്ഷൻ എ എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക്? 25 മാർക്കിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതിനു മുമ്പ് എക്സാം എഴുതാത്തവർ ആ എക്സാമുകളുടെ എഴുതി നോക്കുക. ഓക്കെ, അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം.